അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസികളെ, നമുക്കിന്ന് പഠിക്കാനുള്ളത് 38-ാമത്തെ ആയത്താണ്. സൂറത്ത് ഹജ്ജിലെ 38-ാമത്തെ ആയത്ത്. അതിനു മുമ്പ് 37-ാമത്തെ വചനം ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അറിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികളാണ് ചർച്ച ചെയ്തത്. നമ്മൾ അറക്കുമ്പോൾ അതിൻ്റെ മാംസമോ രക്തമോ അള്ളാഹുവിലേക്ക് എത്തുകയില്ല, മറിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ആ ഒരു തഖ്വയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ നമുക്ക് സന്മാർഗം കാണിച്ചു തന്നതിൻ്റെ പേരിൽ അള്ളാഹുവിനെ എന്താക്കണം? തക്ബീർ ചെയ്യണം. അതുപോലെ തന്നെ അവനാണ് നമുക്ക് ഈ മൃഗങ്ങളെയൊക്കെ കീഴ്പ്പെടുത്തി തന്നിട്ടുള്ളത്. വബശ്ശിരിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക് താങ്കൾ എന്താക്കണം? പ്രവാചകരെ സന്തോഷ വാർത്ത അറിയിക്കണം എന്നായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇഹ്സാൻ, അതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. 2 രൂപത്തിൽ. ഒന്ന്, കുല്ലു മൻ യസ്ദുറു മിൻഹുൽ ഖൈർ, ഒരാളെടുത്തുനിന്ന് ഖൈർ മാത്രമാണ് വരുന്നത്, നന്മ അധികമായി വരുന്നു, അതല്ലെങ്കിൽ നന്മയാണ് അദ്ദേഹം ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് മുഹ്സിൻ എന്ന് നമുക്ക് പറയാം. അത്തരത്തിലുള്ള ആളുകൾക്ക് പ്രവാചകരെ സന്തോഷ വാർത്ത അറിയിക്കുക. അതുപോലെ തന്നെ സഅദി റളിയല്ലാഹു റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഇഹ്സാൻ നമ്മൾ പറഞ്ഞു, ഹദീസ് ജിബ്രീലിൽ 3 ദർജ. ഒന്ന് ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. അതിൽ ആ ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നമ്മൾ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ആ ഒരു വിശ്വാസത്തോടു കൂടി റബ്ബിനെ ആരാധിക്കുക. ആ ഒരു ദർജ ലഭിച്ച ആളുകളാണ് മുഹ്സിനീങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുഹ്സിനീങ്ങളുടെ ദർജ നൽകുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് ഒരുപാട് വചനങ്ങൾ ഖുർആനിൽ പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഒന്ന്, വസനസീദുൽ മുഹ്സിനീൻ, വസനസീദുൽ മുഹ്സിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനീങ്ങൾക്ക് അധികമായി നൽകും. അതുപോലെ തന്നെ വേറൊരു ആയത്തിൽ കാണാം, വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നിങ്ങൾ ഇഹ്സാൻ കാണിക്കുക, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ്. മുഹ്സിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, അല്ലാഹുവിന്റെ റഹ്മത്ത് അത് മുഹ്സിനീങ്ങളുടെ സമീപത്താണ്. മുഹ്സിനീങ്ങളോടായിരിക്കും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക് അവരുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയുകയില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞു, വ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനീങ്ങളുടെ സുഹൃതവന്മാരുടെ കൂടെയായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇഹ്സാൻ എന്ന ഒരു ദറജയിലേക്ക് എത്താൻ നമ്മൾ പരമാവധി പരിശ്രമിക്കേണ്ടതാണ്. അതിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അത് ഒരാൾ ഉപദേശിക്കുകയാണെങ്കിൽ കൂടി അദ്ദേഹത്തോട് നന്മ കൽപ്പിക്കുന്നതാകട്ടെ, അതല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള ഏത് കർമ്മത്തിലും ഈ ഒരു ഇഹ്സാൻ ജീവിതത്തിൽ വേണം. എന്നിട്ട് 38-ാമത്തെ ആയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് കടക്കാം.
അത് നമുക്ക് പാരായണം ചെയ്യാം. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ. ഇന്നല്ലാഹ, ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയമായും തീർച്ചയായും, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു യുദാഫിഉ തടയുന്നു, തടുക്കുന്നു, അല്ലെങ്കിൽ സംരക്ഷണം നൽകുന്നു, അനില്ലദീന ആമനു വിശ്വസിച്ച കൂട്ടർക്ക്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വസിച്ചവരിൽ നിന്ന് തടുക്കുന്നു എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വസിച്ചവരിൽ നിന്നും തടുക്കുന്നു. എന്ത് എന്നുള്ളത് അതിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അവർക്ക് അന്യാക്രമത്തെ ആരെങ്കിലും ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഉപദ്രവം ആരെങ്കിലും വരുത്താൻ ആഗ്രഹിക്കുന്നു, അവരുടെ ആ ഉപദ്രവത്തിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്കൊരു തടസ്സം വരുത്തും. തുടർന്ന് പറയുന്നു, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ലാ യുഹിബ്ബു ഇഷ്ടപ്പെടുന്നതല്ല, കുല്ല ഖവ്വാനിൻ എല്ലാ വഞ്ചകന്മാരെയും അതുപോലെ തന്നെ ചതിയന്മാരെയും, കഫൂർ നിഷേധിക്കുന്നവരെയും. അല്ലാഹു സുബ്ഹാനഹു വതആല നിഷേധിക്കുന്ന അതല്ലെങ്കിൽ നന്ദി കെട്ട വഞ്ചകന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നില്ല എന്നർത്ഥം. ഇതിൽ ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വസിച്ചവരിൽ നിന്നും തടുക്കുന്നു, അതല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം നൽകുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ച് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, യുഖ്ബിറു തആല അന്നഹു യദ്ഫഉ അൻ ഇബാദിഹി അല്ലദീന തവക്കലു അലൈഹി വഅനാബു ഇലൈഹി. എങ്ങനെയുള്ള വിശ്വാസികൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു സംരക്ഷണം നൽകുന്നത്? രണ്ട് വിശേഷണം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു. ഒന്ന്, തവക്കലു അലൈഹി, അള്ളാഹുവിനോട് അങ്ങേയറ്റം ഈമാനോടുകൂടെ തവക്കുൽ ചെയ്ത വിശ്വാസികളിൽ നിന്നും അവർ കേൾക്കുന്ന ഉപദ്രവത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല തടയും. അതുപോലെ തന്നെ വഅനാബു ഇലൈഹി, അവനിലേക്ക് പശ്ചാത്താപിച്ച് മടങ്ങിയ ആളുകൾ, അങ്ങനെ ആ ഒരു ദറജ കരസ്ഥമാക്കിയ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷണം ഏകുമെന്നുള്ളതാണ് ഈ ആയത്ത് പറയുന്നത്. ഒന്ന്, തവക്കുൽ വേണം, അതുപോലെ തന്നെ റബ്ബിലേക്ക് പശ്ചാത്താപിച്ച് മടങ്ങണം. ഈ രണ്ട് വിശേഷണമുള്ള വിശ്വാസികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല തടുക്കും. എന്തൊക്കെ തടുക്കും? ശർറൽ അശ്റാർ വകൈദൽ ഫുജ്ജാർ, തമ്മാടികളുടെ അതല്ലെങ്കിൽ അത്തരത്തിൽ വൃത്തികേട് ചെയ്യുന്ന, വൃത്തികേട് വരുത്തണം, ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ തന്ത്രം, അത് അല്ലാഹു വിശ്വാസികളിൽ നിന്ന് തടയും. അതുപോലെ തന്നെ ഉപദ്രവങ്ങൾ, എങ്ങനെയെങ്കിലും ഒരു ഫസാദ് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് വിശ്വാസികളെ തകർക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ആ ഒരു ഷെറുകളെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല തടയും. രണ്ട് വിശേഷണമാണ് പറഞ്ഞത്. ഒന്ന് തവക്കുലും, രണ്ട് ഇനാബത്തും, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ആളുകൾ. ആ ഒരു ദറജ നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല തടയും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വയഹ്ഫദുഹും വയക്ലഉഹും വയൻസുറുഹും, അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കും, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സഹായമേകുകയും ചെയ്യും എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാം. അതുകൊണ്ട് വിശ്വാസികളെ, ആ ഒരു ഈമാൻ തവക്കുൽ ചെയ്തുകൊണ്ടും റബ്ബിലേക്ക് പാപമോചനം നടത്തിക്കൊണ്ടുമൊക്കെ ആ ഒരു ഈമാൻ കരസ്ഥമാക്കിയാൽ ജീവിതത്തിൽ പിന്നെ നമുക്കൊരു പ്രയാസം അത് പ്രയാസം വരുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വതആല ആ പ്രയാസം നമ്മളിൽ നിന്ന് മാറ്റി തീർക്കും എന്നുള്ളതാണ്. ഈ ആയത്തിന്റെ ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു എന്ന ആ ഒരു ആയത്തിന്റെ ആശയത്തിൽ ഒരുപാട് ആയത്തുകൾ നമുക്ക് ഖുർആനിൽ കാണുവാൻ സാധിക്കും. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല പോരെ അവന്റെ അടിമക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് തന്നെ ചോദ്യമായി ചോദിക്കുകയാണ്.
വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. വിശ്വാസികളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ മേലിൽ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വിശ്വാസികൾക്ക് അവരുടെ സഹായം എൻ്റെ ബാധ്യതയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവനത് മതിയായവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ വേറെ ആയത്തിൽ കാണാം, ഇന്നാ ലനൻസുറു റുസുലന വല്ലദീന ആമനു. റുസുലുകളെയും വിശ്വാസികളെയും നാം സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഭവിഷ്യത്ത് വരുന്നു, ആ ഭവിഷ്യത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തടുക്കും. എന്താ നമുക്ക് വേണ്ടത്? ആമനു അല്ലദീന ആമനു, വിശ്വസിക്കുന്ന ആളുകളായി കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാകും എന്നുള്ളതാണ്. വിശ്വാസികളെ, നമ്മളൊക്കെ ഏറെ റഹ്മത്തിലാണ്, അള്ളാഹുവിന്റെ നിഅമത്ത് അനുഭവിക്കുന്നവരാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ വളരെ അർത്ഥവത്തായി നമ്മൾ ഒരുപാട് ആലോചിക്കുകയും ചിന്തിക്കുകയും റബ്ബിന് ശുക്ർ ചെയ്യുകയും ചെയ്യേണ്ട ഒരു വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു അദ്ദേഹം പറയാണ്, ഇന്നല്ലാഹ യുഅതി ദുനിയ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും നൽകും, ഇഷ്ടപ്പെടാത്ത ആളുകൾക്കും നൽകും. ദുനിയാവിലെ സുഖ സൗകര്യം അള്ളാഹുവിന് അയാൾ ഇഷ്ടമുണ്ട്, അയാൾക്കും നൽകും. ഇഷ്ടമില്ല അയാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് നൽകും. വലാ യുഅതിൽ ഈമാൻ ഇല്ലാ മൻ യുഹിബ്ബു. എന്നാൽ ഈമാൻ എന്നുള്ളത്, ആ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ നൽകൂ. ഫഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഅതാഹുൽ ഈമാൻ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നൽകുമെന്നുള്ളതാണ്. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യുവാൻ നമുക്കൊക്കെ റബ്ബ് തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ, ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ വരാനും സുന്നത്ത് നിസ്കരിക്കാനും അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ തൃപ്തിപ്പെട്ടു എന്നതിന്റെ തെളിവാണ്. അത് പാപങ്ങൾ ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ അവന് ശിർക്ക് ബിദ്അത്ത് തുടങ്ങിയിട്ടുള്ള അവനെ ധിക്കരിക്കുന്ന രൂപത്തിലുള്ള ഇബാദത്തുകൾ ചെയ്തുകൊണ്ടോ നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മളായിരിക്കും ഏറ്റവും വലിയ നഷ്ടക്കാരി എന്ന് ചുരുക്കം. ഇനി ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നുൽ ജൗസിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഈ സഹായം ലഭിക്കുക? അതിന് ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. നമുക്ക് നമ്മുടെ വിശ്വാസം എത്ര പവറാണോ ആ പവറിനനുസരിച്ചായിരിക്കും റബ്ബ് സുബ്ഹാനഹു തആലയുടെ സഹായത്തിന്റെ പവറും. അദ്ദേഹം പറയുന്നു, ഫദഫഉഹു വദിഫാഉഹു അൻഹും ബിഹസ്ബി ഖുവ്വതി ഈമാനിഹിം വകമാലിഹി. ഈമാന്റെ പൂർണ്ണതയും അതുപോലെ തന്നെ അവരുടെ ഈമാനിന്റെ ശക്തി, അതിനനുസരിച്ചായിരിക്കും റബ്ബ് സുബ്ഹാനഹു തആല അവരിൽ നിന്നും തടുക്കുക. വമാദത്തുൽ ഈമാനി വഖുവ്വതുഹു ബിദിക്രില്ലാഹി തആല. എന്നിട്ട് പറയാണ്, ഈമാൻ എങ്ങനെയാണ് കൂടുക, അത് എങ്ങനെയാണ് മനസ്സിലാക്കുക? അത് അല്ലാഹു സുബ്ഹാനഹു തആലയോട് അദ്ദേഹം അങ്ങേയറ്റം ദിക്ർ ചെയ്യുന്നതിലൂടെ അയാളുടെ ഈമാൻ വർദ്ധിക്കും. ഫമൻ കാന അക്മലു ഈമാനൻ വഅക്തറു ദിക്റ. അങ്ങനെ ആരെങ്കിലും പൂർണ്ണമായ ഈമാനും അതുപോലെ തന്നെ അധികമായി ദിക്ർ ചെല്ലുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കാന ദഫ്ഉല്ലാഹി അൻഹു വദിഫാഉഹു അഅദം. അങ്ങനെയുള്ള വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിന്റെ തടയൽ, അതിൽ ശത്രുക്കളിൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഉപദ്രവം വരുത്തുന്നതിൽ നിന്നുള്ള തടയൽ അത് നല്ല പവർഫുൾ ആയിരിക്കുന്ന. അപ്പൊ നമ്മുടെ ഈമാനും നമ്മൾ അള്ളാഹുവിനോടുള്ള എത്രത്തോളം ദിക്ർ ചൊല്ലി അടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചായിരിക്കും റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് വരുന്ന ആ ഉപദ്രവത്തിൽ നിന്നുള്ള തടയം ഉണ്ടാവുക. നമ്മൾ പ്രവാചകന്മാരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഏത് ദുരിതത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തിയത് അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിൽ നിന്നും രക്ഷപ്പെടുത്തിയത്, അതുപോലെ തന്നെ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആ അയ്യൂബ് നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ യൂനുസ് നബി അലൈഹിസ്സലാം തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും അവരുടെ ഈമാൻ അതിനടിസ്ഥാനപ്പെടുത്തിയായിരുന്നു അവർക്കുള്ള ആ ഉപദ്രവത്തെ നീക്കിയത്. ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലായിരുന്നു അള്ളാഹുവിന്റെ ആ ഒരു ഉപദ്രവത്തെ നീക്കിയത്. വമൻ നഖസ നഖസ എന്നിട്ട് അദ്ദേഹം പറയാണ്, ആരെങ്കിലും ദിക്ർ ചെല്ലുന്ന വിഷയത്തിലും അതുപോലെ തന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്ന വിഷയത്തിലും ഈമാന്റെ വിഷയത്തിലും കുറവ് വരുത്തുന്നുവോ അതിനനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു തആലയുടെ അടുക്കൽ നിന്നും അവനുണ്ടാകുന്ന ആ ഒരു ദിഫാ സംരക്ഷണത്തിലും കുറവ് വരും. ദിക്റൻ ബിദിക്രിൻ വനിസ്യാനൻ ബിനിസ്യാനിൻ. അല്ലാഹു സുബ്ഹാനഹു തആലയെ ഓർക്കുന്നുണ്ട് എങ്കിൽ അവനും തിരിച്ചോർക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ആരെങ്കിലും മറന്നു കളയുകയാണെങ്കിൽ അള്ളാഹു അവനെ മറക്കും എന്നുള്ളതാണ്. റബ്ബ് നമ്മൾ അള്ളാഹുവിനെ ഓർത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ തിരിച്ചോർക്കും. ഫദ്കുറൂനി അദ്കുറുക്കും.
റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതാണ് നമ്മൾ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കും. അതുപോലെ തന്നെ ഉദ്ഉനി അസ്തജീബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾക്ക് ശുക്ർ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അധികമായി നൽകാം. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ അള്ളാഹു തിരിച്ച് നമ്മളെ ഓർക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല മറന്നു കളയുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ മറന്നു കളയും. അതാണ് നമ്മൾ അള്ളാഹുവിനെ അത്രത്തോളം അടുത്ത് ആ ഒരു ഈമാന്റെ ആ ഒരു ദറജയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നും സഹായം ലഭിക്കും. ഇനി ഈ ആയത്തിന്റെ രണ്ടാമത്തെ ഭാഗം, ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം വഞ്ചന കാണിക്കുന്നവരെയും നിഷേധിക്കുന്നവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല നിഅമത്തുകൾ ഒരുപാട് ചെയ്തു. ആ നിഅമത്തുകളൊക്കെ അംഗീകരിക്കാതെ അതിനെ നിഷേധിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. എന്താണ് ഖവ്വാൻ എന്ന് പറഞ്ഞാൽ? ഖിയാനത്ത്, വഞ്ചന. അതിൽ നിന്നാണ് ഈ ഖവ്വാൻ ഉണ്ടായിട്ടുള്ളത്. ഖവ്വാൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വഞ്ചന കാണിക്കുക. അങ്ങേയറ്റം വഞ്ചന കാണിക്കുന്ന ആളുകൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെ കഫൂർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നിഷേധിക്കുക. ആ ഒരു നിഷേധ സ്വഭാവമുള്ള ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്, ഐ ലാ യുഹിബ്ബു മിൻ ഇബാദിഹി ഇത്തസഫ ബിഹാദാ, ഈ ഒരു വിശേഷണമുള്ള ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. എന്നിട്ട് പറഞ്ഞു ഖിയാനത്ത് എന്ന് പറഞ്ഞാൽ വഞ്ചന വരുന്നത് ഒന്ന് കരാറുകളിലും അതുപോലെ തന്നെ ഉടമ്പടികളിലും. നമ്മളൊക്കെ നിക്കാഹ് ചെയ്ത സമയത്ത് അവിടെ നടത്തിയിട്ട് എന്താണ്, ഞാൻ ഈ താങ്കളുടെ മകളെ ഞാൻ പരിപൂർണമായി ഏറ്റെടുക്കുന്നു, അതിൽ തൃപ്തിപ്പെട്ട് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ഉടമ്പടിയാണ്. അങ്ങനെ നമ്മൾ നടത്തുന്ന ഉടമ്പടികളിൽ ആ ഭാര്യയോട് കാണിക്കുന്ന അവരുടെ ഹക്കിനെ നിഷേധിക്കുന്നത് അതെന്താ? ഖിയാനത്താണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതും ഖിയാനത്താണ്. അങ്ങനെയുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ല. അതുപോലെ തന്നെ ലാ യഫി ബിമാ ഖാല, പറഞ്ഞൊരു കാര്യം പൂർണ്ണമായി ചെയ്യാതിരിക്കുന്നതും ഈ ഖിയാനത്തിൽ പെടുമെന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു. ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിനെ അവഗണിച്ച് അത് ചെയ്യാതിരിക്കുന്നത് ഖിയാനത്തിന്റെ ബാബിൽ പെടും എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ്. കഫൂർ എന്താണ്? കഫൂർ എന്ന് പറഞ്ഞാൽ അൽ ജഹ്ദു ലിന്നിഅമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകളെ നിഷേധിക്കുക, അതിനെ അംഗീകരിക്കാതിരിക്കുക. ഫലാ യഅ്തരിഫു ബിഹാ, ചെയ്തതിലേക്ക് കിട്ടിയിട്ടുള്ളത് നിഅമത്താണെന്നുള്ള ബോധമല്ലാതെ എനിക്കൊന്നും ചെയ്തു തന്നിട്ടില്ല എന്ന് പറഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തിനെ അവഗണിക്കുന്ന രൂപം. അങ്ങനെയുള്ള ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ല എന്നതാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞതായി കാണാം. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതിരി വിട്ട് കടക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ല. ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, കാഫിറുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടമില്ല. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, ളാലിമീങ്ങളെ അക്രമം ചെയ്യുന്ന ആളുകളെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം, വൃത്തികേട് കാണിക്കുന്ന അതുപോലെ തന്നെ നിഷേധങ്ങൾ ചെയ്യുന്ന തിന്മകൾ ചെയ്യുന്ന ആളുകളെ അല്ലാഹ്ക്ക് ഇഷ്ടമില്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്രിഫീൻ അധികമായി ഇസ്രാഫ് ചെയ്യുന്ന ദുർവിനിയോഗം ചെയ്യുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ല. നമ്മളെ ഓരോ പ്രവർത്തനങ്ങളും നമ്മളൊന്ന് നോക്കുക, അതിൽ ഇസ്രാഫ് വരുന്നുണ്ടോ എങ്കിൽ ആ ഒരു പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ അല്ലാഹ്ക്ക് ഇഷ്ടമില്ല. വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ, കിബ്ർ കാണിക്കുന്ന ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അധികമായി ആഹ്ലാദിക്കുന്ന ആളുകളെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ഖാറൂനെ കുറിച്ചാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഖാറൂൻ അധികമായി ആഹ്ലാദിക്കുന്നവനായിരുന്നു. എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അധികമായി സന്തോഷിക്കുന്ന ആളായിരുന്നു. അത്തരക്കാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ദുരഭിമാനവും പൊങ്ങച്ചവും കാണിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. ഈ വിശേഷണങ്ങളൊക്കെ പറഞ്ഞത് അല്ലാഹു ഇഷ്ടപ്പെടാത്ത ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നുകൂടെ ഓതാം. ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനൂ
ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ. കുല്ല എന്നാണ് കേട്ടോ, കുല്ലു എന്നല്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ. هذا والله أعلم. أقول قولي هذا أستغفر الله لي ولكم رسائل المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم.